രാജുവിന് അന്ന് പെട്ടെന്ന് ഉറങ്ങാൻ സാധിച്ചു. പക്ഷെ ഉറക്കത്തിൻ്റെ ഒരു മധ്യയാമത്തിലെത്തിയപ്പോൾ ആരോ തൻ്റെ കൂടെ ഉള്ളതുപോലൊരു തോന്നൽ. എത്ര ശ്രമിച്ചിട്ടും കണ്ണുകൾ അടയ്ക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. നിനക്കെന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? രാജു പറഞ്ഞു, അതെ, എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ആരാണ് നിങ്ങൾ? നിങ്ങളൊരു യക്ഷിയാണോ? എന്തിനാണ് ഇവിടേക്ക് വന്നത്? നിങ്ങൾക്ക് രൂപമില്ലേ? എനിക്ക് രൂപമില്ല. പിന്നെ നിനക്കെന്നെ കേൾക്കാൻ സാധിക്കുന്നത് നീ അർദ്ധനിദ്രയിൽ ആയതുകൊണ്ടാണ്. ഈ നിദ്രയ്ക്ക് ശേഷം നിനക്കെന്നെ കേൾക്കാൻ സാധിക്കില്ല. പെട്ടെന്ന് രാജുവിൻ്റെ പുതപ്പ് പറന്നുപോയി ഒരാൾ രൂപത്തിന് സമാനമായി നിൽക്കാൻ തുടങ്ങി. രാജുവിന് മനസ്സിലായി അതൊരു സത്യമാണ്. നീ ഭയപ്പെടണ്ട. ഞാൻ ഇന്നോ ഇന്നലെയോ മരിച്ച ഒരാളുടെ ആത്മാവല്ല. നൂറ്റാണ്ടുകൾക്ക് മുന്നേ മരണപ്പെട്ട ഒരാളാണ്. ഈ ഭൂമിയിൽ ഞാൻ ഇപ്പോഴും അലഞ്ഞു നടക്കുന്നു. നിനക്കെന്നോട് സംസാരിക്കാൻ പറ്റുമോ? വളരെ കാലത്തിനു ശേഷം കിട്ടിയൊരു കൂട്ടാണ് നീ. നിന്റെ കാര്യങ്ങൾ എന്നോട് പറയോ? രാജുവിന് ഇത് കേട്ടപ്പം ഭയവും ആശങ്കയും സന്തോഷവും എല്ലാം കൂടി ഒരുമിച്ച് വന്ന വികാരമായിരുന്നു. അവൻ ആശങ്കയില്ലാതെ സമ്മതിച്ചു, അതെ, എനിക്ക് നല്ലൊരു കൂട്ട് ആവശ്യമാണ്. എൻ്റെ ലവർ എന്നെ ഇട്ടേച്ചു പോയി. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, ഏകാന്തതയിലാണ്. രാജുവിന് ജോലിക്ഷീണത്തിൻ്റെ ഉറക്കം വരുന്നതുപോലെ തോന്നി. നമുക്ക് നാളെ സംസാരിച്ചാലോ? ആ രൂപത്തിന് എന്തോ രാജുവിനോട് പറയാനുണ്ട് എന്ന് തോന്നി. വീണ്ടും വീണ്ടും രാജുവിനെ തട്ടിയുണർത്താൻ അത് ശ്രമിച്ചു. അതെ, ഉറങ്ങല്ലേ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അത് കേട്ട് രാജു ഉണർന്നു. പക്ഷേ ഉണർന്നപ്പോൾ ഒന്നും തന്നെ അവന് കേൾക്കാൻ സാധിച്ചില്ല. ഇതൊരു സ്വപ്നമായിരുന്നോ അല്ലെങ്കിൽ സത്യമോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് അവൾക്ക് പറയാനുള്ളത് കേട്ടേ തീരൂ. അവൻ കണ്ണുകളടച്ച് വീണ്ടും കിടന്നു.